നിലമ്പൂരിലെത്താനുള്ള പ്രധാന കണക്ടിവിറ്റിയാണ് നമുക്ക് നിലമ്പൂർ റെയിൽവേ. റെയിൽവേയെക്കുറിച്ച് നിരവധി പരാതികളും വേവലാതികളും നമുക്ക് കുറെ സ്വപ്നങ്ങളും ഒക്കെ കഴിഞ്ഞ കാലത്ത് നിലമ്പൂർക്കാർക്കുണ്ട്. എന്തൊക്കെയായാലും നമുക്ക് അടിയന്തര പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. അതിൽ പ്രിയങ്ക ഗാന്ധി എം പിയുടെയും PV അബ്ദുൽ വഹാബ് എം പിയുടെയും അതുപോലെ MLA എന്ന നിലയ്ക്ക് ഞാനും ഞങ്ങളെല്ലാം കൂടി ഒരു വലിയ പരിശ്രമത്തിൻ്റെ ആകെ തുകയാണ് നമുക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. നമ്മുടെ പ്രധാന ആവശ്യങ്ങളുണ്ടായിരുന്നത് രാജധാനി എക്സ്പ്രസ്സിന് നമുക്ക് 2 റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകൾ വേണമെന്നതായിരുന്നു. അത് നമുക്ക് അനുവദിച്ച് കിട്ടി. മെമു നമുക്ക് അനുവദിച്ച് കിട്ടി. മെമു വളരെ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം എക്സ്പ്രസ്സിന് 4 കോച്ചുകൾ നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് അനുവദിച്ച് കിട്ടി. മറ്റൊരു പ്രധാന പ്രശ്നം നമ്മുടെ നിലമ്പൂരിൽ അണ്ടർപാസ് പൂക്കോട്ടുംപാടത്തേക്ക് കുറ്റമ്പാറ വരെ അല്ലെങ്കിൽ തോട്ടേക്കാട് എത്താൻ നമുക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പോകേണ്ട വല്ലാത്തൊരവസ്ഥാ വിശേഷം ഉണ്ടായിരുന്നു. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. അവർ 6 മാസം നമ്മോട് സമയം ചോദിച്ചു. 6 മാസം കൊണ്ട് തന്നെ അത് പണി പൂർത്തീകരിച്ച് സെപ്റ്റംബറിൽ തന്നെ നമുക്കത് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. നിലമ്പൂർ ഇപ്പോൾ പഴയ റെയിൽവേ സ്റ്റേഷനല്ല, നിലമ്പൂർ ആകെ മാറി. പുതിയ ലിഫ്റ്റ് വരുന്നു. അവിടെ കുട്ടികൾക്കുള്ള പാർക്ക് അടക്കമുള്ള ഒരു കൊമേഴ്ഷ്യൽ സംഭവങ്ങൾ അടക്കമുള്ള സ്റ്റാളുകൾ അടക്കം വലിയ കുറേ പദ്ധതികളും പ്ലാനുകളും ഒക്കെ മുന്നിലുണ്ട്. മാത്രമല്ല പ്ലാറ്റ്ഫോമിൻ്റെ നീളക്കുറവ് കൊണ്ടാണ് പല ട്രെയിനുകളും നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയാത്തത്. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അതിലും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതും കൂടെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ വേണാടക്കമുള്ള എക്സ്പ്രസ് വണ്ടികളെ നമുക്ക് നിലമ്പൂരിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയും. ഇനിയും നമ്മുടെ ഇടപെടലുകൾ നമുക്ക് എല്ലാവർക്കും സംയുക്തമായി ഉണ്ടാവണം. നല്ല നിലമ്പൂരിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.